ശ്രീ എം വി ശശിധരൻ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ 1458 പേർ ഇത് വാങ്ങുന്നു എന്നുള്ളതിനേക്കാൾ വളരെ പ്രധാനമായി ഞാൻ കാണുന്നത് ഈ ചർച്ചയിൽ, അങ്ങക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം, ഈ പറയുന്ന ആളുകളെ അതിലേക്ക് കൊണ്ടുവന്ന അതിനുവേണ്ടി രേഖകൾ ഒപ്പിട്ട് കൊടുത്ത ആളുകൾ കൂടി ഉണ്ടല്ലോ സർക്കാരിൽ, അവരെ നോക്കേണ്ട സർക്കാർ സംവിധാനങ്ങളും ഉണ്ടല്ലോ. ഇതൊക്കെ പരിശോധിക്കപ്പെടണ്ടേ? ഈ ഒരു പദ്ധതി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമല്ലേ? ഡോക്ടർ ലാൽ, ആദ്യം തന്നെ ഞാൻ കൈരളിയുടെ ഈ ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ക്യാപ്ഷനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാര്യം എന്താ വിചാരിച്ചാൽ, പെൻഷൻ തട്ടിയവർക്ക് ടെൻഷൻ എന്നാണ് ക്യാപ്ഷൻ. തീർച്ചയായും ആ പെൻഷൻ തട്ടിയവർക്ക് മാത്രമാണ് ടെൻഷൻ ഉണ്ടാകേണ്ടുന്ന കാര്യം. ഇവിടെ പൊതുവൽക്കരിക്കപ്പെടുന്ന ഒരു സമീപനമുണ്ട്. ആകെ 1458 ജീവനക്കാർ ഈ പെൻഷൻ തട്ടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതേസമയം സംസ്ഥാന സിവിൽ സർവീസിൽ 5,45,423 ജീവനക്കാരുണ്ട്. 0.02% ഈ 1458. അതുകൊണ്ട് സിവിൽ സർവീസ് ആകെ മോശമാണ് എന്ന് വരുത്താൻ സാധിക്കില്ല. ഭൂരിഭാഗം ജീവനക്കാരും വളരെ മാന്യമായി കാര്യക്ഷമതയോടെ ജോലി ചെയ്യുന്നവരാണ്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട മുൻ MP ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ, രണ്ടാമതൊരു ശ്രമം നടക്കുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേമ പദ്ധതിയെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി ഇതിനെ ഉപയോഗിക്കുക എന്നത്. അത് രണ്ടും ശരിയല്ല എന്നും പെൻഷൻ തട്ടിയവർക്കാണ് ടെൻഷൻ വേണ്ടത് എന്നും സൂചിപ്പിക്കുന്ന കൈരളിയുടെ ഈ ക്യാപ്ഷനെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. രണ്ടാമത്, ഇവിടെ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഈ പെൻഷൻ സംവിധാനം വിതരണം ചെയ്യുന്ന പെൻഷൻ, ഇവിടെ സൂചിപ്പിച്ച 5 തരത്തിലുള്ള പെൻഷനുകൾ, ഈ പെൻഷൻ്റെ ക്രമീകരണത്തെ സംബന്ധിച്ച് സർക്കാർ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2020 GOMS 97/2020 23/9/20 ഒരു കൃത്യമായ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? ഒന്നാമതായിട്ട് പറഞ്ഞത്, ഉത്തരവിൽ എന്ന് പറഞ്ഞൊരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് 7 കാര്യങ്ങളാണ്. ആർക്കെല്ലാമാണ് ഇതിന് അർഹതയില്ലാത്തത് എന്നാണ് 7 കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജീവനക്കാർക്ക്, ശമ്പളം പറ്റുന്നവർക്ക്, സർവീസ് പെൻഷൻ വാങ്ങുന്നവർക്ക്, ആദായ നികുതി കൊടുക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള 7 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ വിഷയം, ഇതിന് ഞാൻ പറയുന്നത് ഒരു കൂട്ടുത്തരവാദിത്തം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നതാണ്. ഈ അപേക്ഷകർ പെൻഷൻ വാങ്ങുന്നവർക്കുണ്ട്, ഇത് പരിശോധിക്കുന്നവർക്കുണ്ട്, ഇത് അംഗീകരിക്കുന്നവർക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നതാണ്. ഈ പെൻഷൻ വാങ്ങുന്നവർ അവർ ഈ പെൻഷൻ്റെ അപേക്ഷയുടെ കൂടെ സത്യവാങ്മൂലം കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ആദ്യം പറഞ്ഞ 7 കാര്യങ്ങളിൽ പെടുന്ന ആളല്ല എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്താലേ പറ്റൂ. സർക്കാർ ജീവനക്കാരനാണെങ്കിൽ സർക്കാർ ജീവനക്കാരൻ അവൻ സർവീസിൽ കയറുമ്പോൾ മേലുദ്യോഗസ്ഥനെ, വകുപ്പ് മേധാവിക്ക് ഇത്തരത്തിലുള്ള ഒരു പെൻഷനും ഞാൻ കൈപ്പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് വകുപ്പ് മേധാവി ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത് രണ്ടും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഒരാൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരപേക്ഷ കൊടുക്കുമ്പോൾ അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് ഇവിടെ പറഞ്ഞതുപോലെ അന്വേഷിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്ക് അതിൻ്റെ ചുമതലയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഉദ്യോഗസ്ഥൻ, ഇപ്പോൾ വികലാംഗ പെൻഷനാണെങ്കിൽ, അതുപോലെ വിധവാ പെൻഷനാണെങ്കിൽ, വികലാംഗ പെൻഷനാണെങ്കിൽ, വിധവാ പെൻഷനാണെങ്കിൽ ICDS സൂപ്പർവൈസർ, VEO, കാർഷിക തൊഴിലാളി പെൻഷനാണെങ്കിൽ അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ്, ഇവരൊക്കെ പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിക്കുന്നു. അതിൻ്റെ മേലെ അത് പാസ്സാക്കി ബോർഡിൽ, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ ബോർഡിൽ വെക്കുന്നു. അതും കഴിഞ്ഞിട്ട് ഇത് ഗ്രാമസഭയിൽ പോലും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെയുള്ള ആളുകൾ കടന്നുകൂടുന്നുണ്ട് എങ്കിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്.
അത് വളരെ ഗൗരവത്തിൽ തന്നെ ശ്രീ എം വി കാണേണ്ടതാണ്. ശശിധരൻ ജീവനക്കാരെ ഇത്രയും വളരെ പരിശോധനകൾ കർശനമായ കഴിഞ്ഞിട്ടും ഈ അച്ചടക്ക ആളുകൾ നടപടി ഇതിനകത്ത് കടന്നു കൂടുന്നുണ്ടെങ്കിൽ അത്രമാത്രം ഒരു അഴിമതി ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ പദ്ധതിയെ അതിപ്പോ 600 രൂപയായിരുന്നത് സ്ഥിരമായി കിട്ടാൻ സാധ്യതയില്ലായിരുന്നതൊക്കെ ഇപ്പോൾ 1600 രൂപയായി. എങ്ങനെയെങ്കിലുമൊക്കെ കടം വാങ്ങിയാലും കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സർക്കാർ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ശ്രീ ചവറ ജയകുമാർ അതിനെ ഞാൻ സർക്കാരിനെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വിഷമമുണ്ടാകുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും അത് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ കൊടുക്കപ്പെടുന്ന ഒരു പെൻഷനാണ്. അത് ഇനിയും 1600 എന്നുള്ളത് 2500 ആക്കാൻ വേണ്ടി ഈ സർക്കാർ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു ഘട്ടമാണ്. അതിലേക്ക് എത്തേണ്ട ഒരു ക്ഷേമ പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ടോ? അത് സർക്കാർ സംവിധാനത്തിലുള്ളവർ തന്നെയാണെന്ന് വേണമെന്നില്ല. ഈ പറയുന്ന എതിർ ചേരിയിൽപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നിടത്താകാം. ഇപ്പോൾ കോട്ടയ്ക്കൽ അങ്ങനെ ഒരു സ്ഥാപനമാണ്. ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ കണ്ടുപിടിച്ചത് ഇങ്ങനെയാണല്ലോ. അതിലേക്ക് കൂടി ഞാൻ വരാമെന്നാണ് വിചാരിച്ചിരുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായ ചവറ ജയകുമാർ പറഞ്ഞ കാര്യത്തിലേക്ക് വലിയ മാറ്റം വന്നു. എന്ത് മാറ്റമാണ് വന്നത് എന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പെൻഷൻ്റെ കാര്യത്തിൽ മാറ്റം വന്നില്ലേ? 2016 വരെ 600 രൂപ മേണിച്ചതാണ് ഇപ്പോൾ 1600 രൂപ മേണിക്കുന്നത്. ഇതിനപ്പുറം വലിയ മാറ്റം എന്താ? അവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് കാശെത്തുകയാണ്. ഇവിടെ ദരിദ്രരില്ലാത്തവരായിട്ട് മാറുകയാണ്. ഇത് വലതുപക്ഷമോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ മറ്റാരും പറയുന്നതല്ല. കേന്ദ്ര സർക്കാരിൻ്റെ പല കണക്കുകളും പറയുന്നു കേരളം നമ്പർ 1 ആണ് എന്ന്. എന്തേ 8 വർഷം മുന്നേ കേരളം നമ്പർ 1 ആയിരുന്നില്ലല്ലോ പല കാര്യങ്ങളിലും. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഏജൻസികൾ കേരളത്തെ നമ്പർ 1 എന്ന് പറയുന്നു. അത് കേരളം ഈ 8 വർഷത്തെ നേട്ടങ്ങൾ അതൊക്കെ ജനങ്ങൾക്കറിയാം. അതിൻ്റെ ആ വിഷയമല്ലല്ലോ. പിന്നെ ഇവിടെ ഈ ഈ പദ്ധതിയെ സംബന്ധിച്ച് ഈ പദ്ധതി കാര്യക്ഷമമായി കൊണ്ടുപോവുക തന്നെ വേണം. അതിൽ ഉള്ള പുഴുക്കുത്തുകളെ അതാരായാലും, അത് തകർക്കാൻ കൂട്ടുന്നവരായാലും വേണ്ടിയില്ല, അത് അനർഹമായി കൈപ്പറ്റുന്നവരായാലും വേണ്ടിയില്ല, അവരെ കർശനമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ മേടിച്ചു കൊടുക്കുക.